DMO കസേര ഡോക്ടർ ആശാദേവിക്ക് സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയതോടെയാണ് ആശാദേവിക്ക് കസേര തിരികെ കിട്ടിയത്. ഡിസംബർ 9 ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകളെല്ലാം അതേപടി നടപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേർന്നുണ്ട്. അമൽ, ഇപ്പോൾ DMO ആശാദേവിക്ക് കസേര തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒടുവിൽ തർക്കങ്ങളൊക്കെ മാറിയോ? കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നു വരുന്ന ഒരു കസേരകളിക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെട്ടൊരു പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. ആശാദേവിയെ DMO ആയി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജേന്ദ്രന് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം അവിടെ നിന്നും സ്ഥലം മാറി പോവുകയും ചെയ്യാം. അത് ഡയറക്ടറേറ്റിലേക്കാണ്. 2 പേരും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഈ ഓഫീസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ്, DHS അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് വരും വരെ ആരാണ് കോഴിക്കോട് DMO എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ തുടരുകയായിരുന്നു. ഓഫീസ് ഒഴിയാൻ നിലവിലെ DMO തയ്യാറായില്ല. ആ കസേരയിൽ രാജേന്ദ്രൻ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് DMOയുടെ അതേ ക്യാബിനിൽ തന്നെ ആശാദേവിയും ഉത്തരവുമായി എത്തി. തന്നെ ഇവിടേക്ക് സ്ഥലം മാറ്റിയതാണ്, തനിക്ക് ഇവിടെ ചാർജ് ഏറ്റെടുക്കാൻ അവസരം ഉണ്ടാകണമെന്ന് കാട്ടി അവരും ആ ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ഓഫീസിൽ 2 DMOമാർ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു തർക്കമാണ് ആരാണ് ഇവിടുത്തെ അധികാരി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ തൻ്റെ സ്ഥലമാറ്റ ഉത്തരവുമായി ബന്ധപ്പെട്ട് താൻ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. അതിനാൽ തനിക്ക് സ്ഥലം മാറി പോകേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ ആശാദേവിയാണ് എങ്കിൽ ഈ ഇവിടേക്കുള്ള ട്രാൻസ്ഫർ ഓർഡറുമായി ആ ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെ ചാർജ് എടുക്കാൻ കഴിയുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധിയുമായി അവരും അവിടെ നിൽക്കുന്നു. അങ്ങനെ ആരോഗ്യവകുപ്പ് പക്ഷേ ഈ വിഷയത്തെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് വകുപ്പിന് തന്നെ വലിയ നാണക്കേടായി മാറുന്നു എന്നുള്ളൊരവസ്ഥയിലാണ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. 2 ഉദ്യോഗസ്ഥർ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം, അതായത് ട്രിബ്യൂണലിന്റെ ഉത്തരവ് എങ്ങനെയാണോ ഉത്തരവിൽ പരാമർശിച്ചത് പ്രകാരമുള്ള ട്രാൻസ്ഫർ ഓർഡർ അതേപടി നടപ്പാക്കാനുള്ള തീരുമാനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഉത്തരവ് നടപ്പാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായിരിക്കുമെന്ന് പറഞ്ഞാണ് ഈ ട്രാൻസ്ഫർ ഓർഡർ ഉത്തരവ് അവസാനിക്കുന്നത്. അതിനാൽ തന്നെ ഈ 2 ഉദ്യോഗസ്ഥർക്കും നിലവിൽ വന്ന ഉത്തരവ് പ്രകാരം ഓഫീസുകളിൽ എത്തി ജോയിൻ ചെയ്യാം, അല്ല എങ്കിൽ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഉത്തരവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ജയലക്ഷ്മി.